തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്, ചർച്ചകൾ നടക്കുന്നു. ഇന്നലെ ഡൽഹിയിൽ പ്രത്യേക യോഗം നേതാക്കളുടെ ഭാഗമായി ചേർന്നു. എല്ലാ മേഖലയിലും ഇപ്പോൾ ആരാവണം സ്ഥാനാർത്ഥികൾ, ആ നിലയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് കുറേയേറെ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇരിക്കൂറിനെ സംബന്ധിച്ച് എന്താണ് നിലവിലുള്ള സ്ഥിതി? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത്തരം സീറ്റ് ചർച്ചകളും പ്രഖ്യാപനങ്ങളും അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. KPCCയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും ഇത് സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു സീറ്റിനെ സംബന്ധിച്ചും ഒരു മണ്ഡലത്തെ സംബന്ധിച്ചും ഇതുവരെ ഒരു ആലോചനയും അതുപോലെ നടന്നിട്ടില്ല. ഇപ്പോൾ ആദ്യ ഘട്ടത്തിൽ നടക്കുന്നത് മുന്നണിക്കകത്തെ പാർട്ടികൾ തമ്മിലുള്ള സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഉഭയകക്ഷി ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് എന്താണ് അതിൻ്റെ മാനദണ്ഡം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒരു ആദ്യ ചർച്ചയാണ് ഇന്നലെ ഡൽഹിയിൽ നടന്നത്. അപ്പോൾ അത് ഒരു പൊതു മാനദണ്ഡങ്ങളാണ് അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടാകുക. അത് കൃത്യമായി അത് നേതൃത്വം ചർച്ച ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചൊരു കൃത്യമായൊരു കാഴ്ചപ്പാട് ലീഡർഷിപ്പിനുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് എല്ലാ മണ്ഡലങ്ങളെ സംബന്ധിച്ചും 140 മണ്ഡലങ്ങളെ സംബന്ധിച്ചും പാർട്ടിയുടെ ഒരു ഔദ്യോഗികമായ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യുന്നൊരു കാര്യം. എന്തായാലും ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്, 140 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഏതാണ്ട് അനൗപചാരികമായിട്ടെങ്കിലും പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ടാകും. അങ്ങനെ അത് സംബന്ധിച്ച വാർത്തകൾ വരുന്നുണ്ടല്ലോ. ഇരിക്കൂറിൽ വീണ്ടും സജീവ് ജോസഫ് തന്നെ മത്സരിക്കുമെന്ന് പറയാൻ വേണ്ടി കഴിയുമോ? അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? ഇത്തരം കാര്യം അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത്തരം കാര്യങ്ങളെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുക. അപ്പോൾ ഒരു സീറ്റിനെ സംബന്ധിച്ചും ആരുടെ സീറ്റിനെ സംബന്ധിച്ചും അത് സംബന്ധിച്ച് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അതിപ്പം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് അതിൻ്റെ മാനദണ്ഡം തരുന്നതും KPCC ആണത് ചർച്ച ചെയ്യുന്നതും. സ്വാഭാവികമായിട്ട് ആ സന്ദർഭത്തിലേ നമുക്ക് ആർക്കും ഏത് മണ്ഡലത്തെക്കുറിച്ചും പറയാൻ സാധിക്കും. തീർച്ചയായും. ഇരിക്കൂർ വിട്ടേക്കാം, അങ്ങ് ഏതായാലും മത്സരരംഗത്ത് ഉണ്ടാവും എന്ന് ഉറപ്പിക്കാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പാർട്ടി തീരുമാനിക്കും, അതനുസരിച്ച് മുന്നോട്ട് പോകും. ഓക്കെ, താങ്ക് യു.